ഹാപ്പി ക്രിസ്മസ്. Happy Christmas. Happy Christmas. അവിടെ ചുമന്ന വടിയില്ലേ? അവിടെ തൂക്കിട്ടില്ലേ? ഇല്ലല്ല, നിങ്ങൾ മറ്റേ ഇതൊന്നും ശ്രദ്ധിച്ചോ, ഇവിടെ ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത്. അല്ല, അപ്പൂവൻ പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഞാൻ ഫോൺ എടുത്തോട്ടെ, ഫോൺ വരുന്നു തോന്നുന്നു മേളിൽ നിന്നാ. ഹലോ, ആ ഇറങ്ങാണ് ഇപ്പൊ വന്നിരുന്നു. പിന്നെ സാന്റാക്ലോസ് വന്നു. പിന്നെ കൂടെ പോയാ പോരാന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ വരാം എന്ന് പറയുമ്പോൾ പറ്റത്തില്ല, വൈറലായി ഇരിക്കുമല്ലേ, ജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, താങ്കളെ എടുത്തോളാന്ന് പറഞ്ഞ് എന്നെ ഈ ഗിഫ്റ്റ് പാക്കിൽ കൊട്ടയ്ക്കകത്തങ്ങ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ എടുത്തിട്ട് എന്നെ തറ നിർത്തിയിട്ടില്ല, തറ ഇറക്കത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ ഇല്ല പറഞ്ഞ ഒന്ന് പറയാമോ? കൃഷിയുടെ കയ്യിലോട്ട് കൊടുക്കാം. എനിക്ക് ഇവരുടെ കൂടെ നടന്ന് സാന്റയുടെ കൂടെ പോകുന്നതായിരുന്നു ഇഷ്ടം. സാന്റയുടെ കയ്യിൽ നിന്ന് തന്നെ ഈ മധുരങ്ങൾ കൊടുക്കുന്നതായിരുന്നു ഇഷ്ടം. കൊടുക്കട്ടെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. സാന്റ സംസാരിച്ചോ, സംസാരിക്കുക. ഹലോ, കേൾക്കുന്ന ലക്ഷണമില്ലല്ലേ? ശരി എന്നാ ഇതിനകത്ത് തന്നെ ഇരുന്നോളാം. ഇന്ന് മൊത്തം ഈ കൊട്ടയ്ക്കകത്ത് തന്നെ ഇരിക്കേണ്ടി വരും തോന്നുന്നു, ഗിഫ്റ്റിനകത്ത് തന്നെ. ശരി, സമ്മതിക്കത്തില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഒരു 3 ദിവസം മുമ്പാണെങ്കിൽ ഞാനൊരു രാത്രി സ്വപ്നം കണ്ടു. അപ്പം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വപ്നത്തിൽ കണ്ടത് ഇപ്പം പലരും വിചാരിക്കും അത് കള്ളമാണ് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം ഈ സ്വപ്നത്തിൽ കണ്ടത് സാന്റ എൻ്റെ സ്വപ്നത്തിൽ വരികയാണ്. വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു, ഇതുപോലെ ഇപ്പം ഇത്തവണ എങ്ങനെ പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എല്ലാ തവണയും പോകുന്നതിൻ്റെ തൊട്ട് സാന്റ അങ്ങയുടെ രൂപത്തിൽ തന്നെയാണ് ഞാൻ എല്ലാവർക്കും മധുരം കൊടുക്കാൻ പോകുന്നത്. അപ്പം പറഞ്ഞിരുന്നു പറഞ്ഞാൽ, അങ്ങനെയല്ല, ഇത്തവണ താങ്കൾ മെമ്പറിന്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മധുരവും ഗ്രീറ്റിംഗ് കാർഡ്സും. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പറ്റത്തില്ല, എനിക്ക് സാന്റ ആയേ പറ്റൂ. അപ്പോൾ ഒന്നും പറ്റില്ല, മെമ്പറിനെ ഞാൻ എടുത്തോണ്ട് പോകും, അത് എന്നെ. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, അതെങ്ങനെ എന്നെ ഇത്രയും നേരം എടുക്കുന്നത്? അല്ല, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും സ്വപ്നം അങ്ങ് മാറുകയും ചെയ്ത് ഉണർന്നു. രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് മൊബൈൽ എടുത്തപ്പോൾ ഞാൻ കാണുന്നത് ഒരു വീഡിയോ ആണ്. മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഒരു സ്ട്രീറ്റ് ആർട്ടിസ്റ്റിന്റെ ഒരു വീഡിയോ. ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴേ ഫസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്ട്രീറ്റ് ആർട്ടിസ്റ്റ്, ഒരു പെണ്ണ് ഇതുപോലെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സെറ്റപ്പാണ് കാണുന്നത്. അപ്പം അതിലൂടെയാണ് എനിക്ക് ഈ ഐഡിയ തോന്നി. സാന്റ എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത് ഇങ്ങനെ ഇതേ സ്റ്റൈലിൽ പോകാനാണ്. ഞാൻ രാവിലെ എന്ത് ചെയ്യും, എങ്ങനെ എടുത്തോണ്ട് പോകുന്നത്? സാന്റ എന്നെ എങ്ങനെ എടുത്തോണ്ട് പോകും? ചിന്തിച്ചതാണ്. അപ്പൊ നടക്കുന്ന കാര്യമല്ലോ. അതെ, സമ്മാനങ്ങൾ കലണ്ടർ, നമ്മുടെ പുതുവർഷത്തിന്റെ കലണ്ടർ, മാതൃഭൂമിയുടെ ഒക്കെ കലണ്ടറുണ്ട്, തന്നിട്ടുണ്ട്. കലണ്ടറും മധുരവും. മെമ്പറെ നമസ്കാരം. നിങ്ങൾ ഒരുപാട് വ്യത്യസ്തനാവാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ശരിക്കും പറഞ്ഞാൽ നല്ല വൈറലാവുന്നു. അത് നിങ്ങളുടെ വ്യത്യസ്തമായ പ്രമേയം അവതരണത്തിലൂടെയൊക്കെയാണ്. ഇപ്പോഴിതാ ഒരു പുതിയ ഒരു ശൈലിയിലൂടെ സാധാരണ സാന്താക്രൂസായി കെട്ടി നിങ്ങൾ എല്ലാ വീടുകളിലേക്കും പോകുന്ന ഇപ്പോൾ സാന്താക്രൂസ് നിങ്ങളുടെ എടുത്തുകൊണ്ട് പോകുന്നു. എന്താണ് ഇങ്ങനെ ഒരു? അല്ല, ഞാൻ മെമ്പർ ആയപ്പോൾ മുതൽ തുടങ്ങിയതാണ്. ഇപ്പം പലരും ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത്തവണ മുതൽ തുടങ്ങിയത്, ഈ വർഷം മുതലായിരിക്കും ഇത് തുടങ്ങിയെന്ന്. ഇത്തവണ അല്ലല്ല, എല്ലാ വർഷവും ഞങ്ങൾ 2020 മുതൽ ഈ സാന്റാക്ലോസ് ആയിട്ട് എല്ലാ വീടുകളിലും പോയി മധുരം വിതരണം ചെയ്യാറുണ്ട്, കലണ്ടറൊക്കെ കൊടുക്കാറുള്ളതാണ്. അപ്പം ഇത്തവണ വ്യത്യസ്തനായി കുറേയും കൂടെ ലോകത്തിലെ എല്ലാ മലയാളികളും അറിഞ്ഞ സ്ഥിതിക്ക് സാന്റ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്, താങ്കളെ അങ്ങ് എടുക്കുവാണ്, താങ്കളിനി നടന്നു പോകണ്ട, താങ്കളുടെ കയ്യിൽ കൂടി എല്ലാ തവണയും സാന്റയുടെ കയ്യിൽ കൂടിയായിരുന്നു മധുരങ്ങൾ എൻ്റെ വാതിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ താങ്കളെ എടുത്തുകൊണ്ട് മെമ്പർ തന്നെ മധുരം കൊടുത്താൽ മതി, കാർഡുകളും
മെമ്പറെ രഞ്ജിത്തെ ഞാനിനി എടുക്കുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ ക്രിസ്മസ് ദിനത്തിലും നമ്മുടെ ഈ താങ്കളുടെ ഫാൻസ് നമ്മുടെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് മലയാളികളോട് നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാവരോടും എന്താണ് മെമ്പർക്ക് പ്രത്യേകിച്ച് പറയാനുള്ള സന്ദേശം? എല്ലാവർക്കും ശാന്തിയും സമാധാനത്തേക്ക് ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ലെങ്കിലും ഇന്നു മുതൽ അല്ലെ നാളെ മുതൽ ഈ നിമിഷം മുതൽ ഇനി എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഒക്കെ ഉള്ള നല്ല നാളുകളാവട്ടെ. ഇനി മുതലുള്ള എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഓക്കെ, അത് മെമ്പറോടൊപ്പം ഞാനും പറയുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും, പ്രത്യേകിച്ച് മാസ്റ്റർ ന്യൂസ് കേരളയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ഒരു നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു.